ഞാൻ നിന്റെ കാലിൽ ചുറ്റിയ പാമ്പല്ല, കഴുത്തിൽ ചുറ്റിയ പാമ്പാ. നിന്റെ ഉള്ളിൽ വിഷം ഇറക്കി കൊല്ലും ഞാൻ. അയ്യോ സുവർണ, ഞാൻ അല്പം വൈകിയ. നോക്ക്, ഈ ഡോക്യുമെന്റ് കണ്ടെത്താനേ ബ്രോയുടെ മുറി മുഴുവൻ അരിച്ചു പറക്കേണ്ടി വന്നു. സോറി സുബർണ. അല്ല, സുബർണ വന്നിട്ട് കുറെ നേരമായ. നീ വളരെ പഞ്ചലാണെന്ന് അറിയാവുന്നോണ്ട് ഞാനൊരു 10 മിനിറ്റ് വൈകിയ വന്നത്. എന്നിട്ടും പോസ്റ്റായി 1/2 മണിക്കൂർ. സോറി സുബർണ. വാ, നമുക്ക് വക്കീലിന്റെ ഓഫീസിൽ പോവാം. വേണ്ട, ഇനി പോണ്ട. വക്കീൽ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. നമ്മളെ കാത്തിരുന്ന് മുഷിഞ്ഞാണ് പുള്ളി. എന്നാൽ അതല്ല സുബർണ, ബ്രോയുടെ പുതിയ പ്രൊജക്ട് സ്റ്റേ ചെയ്തു എന്നറിഞ്ഞപ്പോ ഞാൻ കരുതിയത് ഇതിന് പിന്നിൽ അവളായിരിക്കുന്നു, ആ പ്രിയങ്ക. അതെ അരവിന്ദേ, അഖിലാന്റി ആണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതൊരുമാതിരി സ്നേഹിച്ച നക്കിക്കൊല്ലി ഇല്ലെങ്കിൽ ഞെക്കിക്കൊല്ലെന്ന് പറഞ്ഞ പോലെയാണ്. എന്റെ സുബർണ, അമ്മയ്ക്ക് ഒരുതരം പകയാണ് ബ്രോയോട്. അല്ല സുബർണ, ഈ ലോകത്ത് ബ്രോ മാത്രമേ പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ബ്രോ മാത്രമേ അമ്മയുടെ വയറ്റിൽ പിറന്നതായിട്ടുള്ളൂ? അതല്ല അരവിന്ദ്, അഖിലാന്റി ഒരു അമ്മയല്ലേ. അമ്മയുടെ സ്വപ്നങ്ങൾ മണ്ണാങ്കട്ട. തന്തയുടെയും തള്ളയുടെയും സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനുള്ള ബലിയാടുകളല്ല മക്കള്. അവരവര് കാണുന്ന സ്വപ്നങ്ങൾ പൂർത്തീകരിക്കണം. അങ്ങനെ അല്ല അരവിന്ദ്. നാളെ നമ്മളും അവരുടെ സ്ഥാനത്ത് എത്തുമ്പോഴേ. സുബർണ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. പോട്ടെ, അമ്മ 2 കല്യാണം ഉറപ്പിച്ചിരുന്നല്ലോ ബ്രോയ്ക്ക്. എന്നിട്ടെന്തായി? തൃച്ചംബരം മുടിക്കാനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയവളുമാരാ 2 പേരും. ഇനി എന്തൊക്കെ പറഞ്ഞാലും അവളുമാരെക്കാൾ നല്ലവള് തന്നെയാ കല്യാണി. അല്ല സുബർണ അറിഞ്ഞ, സൗത്ത് ഇന്ത്യയിലെ ബെസ്റ്റ് മൊമാൻസ് എന്ന അവാർഡ് മേടിക്കാൻ പോവമ്മ. നെറികേട് കാണിക്കുന്നവരായ പോലും അവരുടെ വീട്ടിൽ. വക്കീൽ വന്നു. അരവിന്ദ്, ഇത് അഡ്വക്കേറ്റ് ജയശങ്കർ, എന്റെ കോളേജിൽ പഠിച്ചതാ. ഹലോ. ഹലോ, ഞാൻ അരവിന്ദ് കൃഷ്ണൻ. നമ്മുടെ ആനന്ദിന്റെ. അറിയാം സുബ്രു, തൃച്ചംബരത്തുകാരെന്ന് പറഞ്ഞ സെലിബ്രിറ്റികളെ പോലെ അല്ലേ? കല്യാണിയുടെ പേറ്റന്റ് അഗ്രിമെന്റിന്റെ കോപ്പി കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, ഇന്ന് തന്നെ നമുക്ക് സ്റ്റേ വെക്കേറ്റ് ചെയ്യാനുള്ള പേപ്പർ സബ്മിറ്റ് ചെയ്യാം. നിയമം അനുസരിച്ച് വിധി നമുക്ക് അനുകൂലമാകേണ്ടതാണ്. ഇനിയും ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മറ്റേതെങ്കിലും എഗ്രിമെന്റ് വഴി നമ്മുടെ കക്ഷി കല്യാണിയെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിധി ചിലപ്പോ അവർക്ക് അനുകൂലമായി മാറിയേക്കാം. അങ്ങനെ ഇൻഫർമേഷൻ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ വരാൻ വഴിയില്ല. പിന്നെയുള്ള മറ്റൊരു പ്രശ്നം, കല്യാണി ഇപ്പോഴും ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡറായി തുടരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇത് വെച്ച് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അയ്യോ വക്കീലെ, ട്രൈ ചെയ്താൽ മാത്രം പോരാ, വക്കീല് സ്റ്റേ വെക്കേറ്റ് ചെയ്ത് തരണം. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. അഡ്വക്കേറ്റ് ജയശങ്കറാണ്, പറയൂ. ഭാസ്കരപിള്ളയുടെ കേസാണോ? അത് 14ലേക്ക് മാറ്റി. അവിടെ ചെന്ന് കണ്ടാ മതി, കോപ്പി തരും. എന്നാ വരട്ടെ. ശരി, താങ്ക് യു. വാ സുബർണ, നമുക്ക് പോവാം. നീ വെക്കോ, ഞാൻ വണ്ടിയിലാ വന്നേ. ശരി, ഞാൻ വിളിച്ചേക്കാം. എന്തൊക്കെയായിരുന്നു. ഞാൻ കല്യാണിയെ കൊണ്ട് അരവിന്ദും നന്ദനയും ഒരു പേപ്പറിൽ ഒപ്പിടിവിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞത്? അത് അവരെന്നെ ബഫൂണാക്കാൻ വേണ്ടി വെറുതെ കാണിച്ചതെന്നല്ലേ? ഇപ്പൊ എന്തായി? എന്താകാൻ? കല്യാണി സ്റ്റേ നീക്കാൻ കോടതിയിൽ പോയാലൊന്നും ഒരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല. അതെ ആന്റി, ഗംഗ പറഞ്ഞതാ ശരി. കോടതി സ്റ്റേ ഒന്നും പിൻവലിക്കാൻ പോകുന്നില്ല.
അതൊക്കെ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ലീഗൽ അഡ്വൈസേഴ്സ് നോക്കിക്കോളും. വീണ് കിട്ടുന്ന ഓരോ അവസരവും നമുക്ക് അനുകൂലമായി മാറ്റുന്നതിൽ വേണം നമ്മൾ ശ്രദ്ധിക്കാൻ. അതെ ആന്റി, വല്ലഭന് പുല്ലും ആയുധമാവണം. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആന്റി, ഇപ്പോ സ്റ്റേ നീക്കാൻ കോടതിയിൽ പോവാൻ കല്യാണിയെ പ്രേരിപ്പിച്ചത് നന്ദനയും കൂടിയാണെന്നല്ലേ പറഞ്ഞത്? അതെ, അതിന് അക്കാര്യം അഖിലാണ്ടേശ്വരി അറിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ അഖിലയോട് ഞാൻ നന്ദനയാണ് ഇതിന്റെ പിന്നിലെന്ന് പറയണം അല്ലേ? നോ, അഖിലയോട് പറയൂന്ന് പറഞ്ഞ് നന്ദനെ ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തണം. ഇതാണ് നമുക്ക് വീണ് കിട്ടിയിരിക്കുന്ന ഒരു അവസരം. അത് ഞാൻ ഏറ്റു. ചില സമയത്ത് നിനക്ക് കുറുക്കന്റെ ബുദ്ധിയാ പ്രിയങ്കേ, സമ്മതിച്ചു ഞാൻ. ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞാ പോരാ, അത് വേണ്ട സമയത്തെടുത്ത് പ്രയോഗിക്കണം. എന്നാ പിന്നെ ഞങ്ങൾ പോവാ. ശരി. അരുത്. കാല് പിൻവലിക്കുമോളെ. തുളസിയിലയിൽ വീണലിയുന്ന തൂമഞ്ഞു തുള്ളി പോലെ പരിശുദ്ധയാണ് നീ. പക്ഷേ നീ ഇപ്പോൾ ചവിട്ടിയത് ഒരു തുളസിക്കതിരിലാണ്. അതെ, നീ നടയിലേക്ക് തൊഴാൻ പോയപ്പോൾ നിന്റെ മുടിച്ചുരുളിൽ ചൂടിയിരുന്ന അതേ തുളസിക്കതിരിൽ തന്നെ നീ തിരിച്ചു വന്നപ്പോൾ ചവിട്ടി. മനഃപൂർവ്വമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ അപകടം, മഹാപാപം, ആരുടെയോ ശാപം. എന്താ മുത്തശ്ശ ഇതൊക്കെ? കഷ്ടകാലമെന്ന് ഞാൻ പറയുന്നില്ല. ആരോ നിന്നെ ശപിക്കുന്നുണ്ട്. ഉഗ്രശാപം. തുളസിച്ചെടി ലക്ഷ്മി ദേവിയുടെ പുനർജന്മമാണെന്നാണ് ഐതിഹ്യം. ആചാര്യന്മാർ പറഞ്ഞു വെച്ച ഐതിഹ്യങ്ങളിലൊക്കെ ചില സത്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിലൊന്നാണ് മഹാലക്ഷ്മി തുളസിച്ചെടിയായി ജന്മമെടുത്ത കഥ. മഹാലക്ഷ്മിയായ ധനലക്ഷ്മി നിന്നിൽ നിന്ന് അകന്നു പോകാൻ എവിടുന്നൊക്കെയോ നിനക്കെതിരെ ചില പ്രാർത്ഥനകൾ. അത് സത്യമാണ്. അവരുടെ ഉപാസനാമൂർത്തികൾ അവരെ അനുഗ്രഹിച്ചേക്കാം. ഞാൻ എന്താ ചെയ്യേണ്ടത് മുത്തശ്ശ? ദൈവത്തിനേറെ ഇഷ്ടമുള്ളവരെ ദൈവം ഏറെ പരീക്ഷിക്കും. നിന്റെ കാര്യത്തിൽ ദൈവം അതുതന്നെയാണ് ആവർത്തിക്കുന്നത്. പരീക്ഷണഘട്ടം അവസാനിച്ചിട്ടില്ല. എന്നാൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എല്ലാ മനുഷ്യർക്കുമുണ്ട്. നിനക്ക് അതൊരല്പം കൂടുതലാണെന്ന് മാത്രം. അറിഞ്ഞോ അറിയാതെയോ ഞാൻ മറ്റുള്ളവർക്ക് വേദന നൽകിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കല്ലേ മുത്തശ്ശ എനിക്ക് മാത്രമേ കണ്ണീര്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന്
മറ്റുള്ളവരാൽ ആരോപിക്കപ്പെടുന്നു. ചിലരുടെ ശരികൾ പലർക്കും തെറ്റാണ്. പക്ഷേ എല്ലാത്തിനുപരിയായി ദൈവത്തിന്റെ കോടതിയിൽ ഒരു വിചാരണയുണ്ട്. ദൈവം നോക്കുന്നത് ദൈവത്തിന്റെ ശരികളിൽ നീ ജീവിച്ചിട്ടുണ്ടോ എന്ന് മാത്രമാണ്. കളങ്കമറ്റ മനസ്സുള്ളവരെ ദൈവം എന്നും കാത്തുരക്ഷിക്കും. അനർത്ഥങ്ങളിലേക്ക് അറിയാതെ കാലുവെച്ചു പോകും. ചിലരുടെ വിധി അങ്ങനെയാണ്. നിന്റെ വിധിയും വിഭിന്നമല്ല. ഇഷ്ടപ്പെട്ട ഒരാളെ ഞാൻ കല്യാണം കഴിച്ചതുകൊണ്ടാണോ എനിക്ക് ഈ ദൈവകോപം? നീയല്ലല്ലോ അക്കാര്യത്തിൽ മുൻകൈയെടുത്തത്. നിന്നെ ഇഷ്ടപ്പെട്ട ഒരാൾ നിന്നെയല്ലേ വിവാഹം കഴിച്ചത്? എന്തായാലും നിന്റെ സങ്കടങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ സമർപ്പിക്കുക. അവനല്ലാതെ മറ്റാർക്കും ഇതിന് പരിഹാരം കണ്ടെത്താനാവില്ല. ഋതുക്കൾ വന്ന് പ്രകൃതിയെ വലം വെച്ചു പോകും പോലെ നിന്റെ ഗ്രീഷ്മകാലവും കടന്നു പോകും. നിനക്കും വരും ഒരു വസന്തകാലം. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല മകളെ. പക്ഷേ കൊടുങ്കാറ്റുകളും വെള്ളിടികളും ഇനിയും വരും നിന്റെ ജീവിതത്തിൽ. തളർന്നു പോകരുത്. നേരിട്ടേ പറ്റൂ. മംഗളം ഭവന്തു. നന്ദന, അകത്തേക്ക് വരാമോ? എനിക്ക് വാ ആന്റി. ഞാൻ കരുതി ചങ്ങമ്പുഴയുടെ രമണനായിരിക്കുമെന്ന്. രമണൻ ഒരു പ്രണയ ദുരന്ത കഥയാണല്ലോ. ഒരർത്ഥത്തിൽ ഈ തൃച്ചംബരത്ത് നടക്കുന്നതും അത് തന്നെ. ആന്റി വന്ന കാര്യം പറഞ്ഞില്ല. പറയാം. ഞാനിപ്പോ അഖിലേച്ചിയുടെ റൂമിൽ നിന്നാ വരുന്നത്. അറിയാം ആന്റി. ആന്റി ഇപ്പൊ 24 മണിക്കൂറും അഖിലാന്റിയുടെ റൂമിലാണെന്ന് അറിയാം. അത് കണ്ണീരൊപ്പാനാണോ അതോ ആ കണ്ണീര് കണ്ട് സ്വയം ആസ്വദിക്കാനാണോ എന്നുള്ള കാര്യത്തിലേ ഉള്ളൂ എനിക്ക് സംശയം. എനിക്കറിയാം നീ അങ്ങനെ ചിന്തിക്കോളൂന്ന്. നന്ദന, നിന്നെപ്പോലെ ഒരുപാട് കഥകളൊന്നും വായിച്ചു കൂട്ടുന്നില്ലെങ്കിലും ആത്മാർത്ഥ സ്നേഹമുള്ളവർ ആപത്ത് സമയത്താണ് കൂടെ നിൽക്കേണ്ടതെന്ന് എനിക്കറിയാം. അതേ ഈ വിലാസിനി ചെയ്യുന്നുള്ളൂ. പാവം അഖിലേച്ചി, തകർന്നുള്ള ആ ഇരിപ്പൊന്ന് കാണണം. കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിയ മൂത്ത മകൻ അടുക്കളക്കാരിയെ രഹസ്യ കല്യാണം കഴിച്ചു കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കിയതല്ല, പെറ്റ വയറിനെ വെല്ലുവിളിച്ചും പോയി. പിന്നെ ആകെ ഒരു ആശ്വാസം ആകേണ്ടിയിരുന്ന ഇളയ മകൻ അമ്മയെ കടിച്ചു കീറാൻ നിൽക്കുന്നു. മക്കളുടെ കൂത്താട്ടങ്ങൾക്ക് കുടപിടിക്കുന്ന ഭർത്താവ്. പിന്നെ എന്ത് വേണം ആ പാവത്തിന്? എല്ലാം സഹിക്കാം. അഖിലേച്ചിയെ തോൽപ്പിക്കാൻ നിൽക്കുന്ന ആ കല്യാണിക്ക് വേണ്ടി വക്കീലിനെ വെച്ച് വാദിക്കുന്നത് ഇളയ മരുമകളാണെന്നും കൂടി അറിഞ്ഞ ഹൃദയം പൊട്ടി ചത്തുപോവും ആ പാവം.